ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ പാഠപുസ്തകത്തോടൊപ്പം. അപ്പോൾ നമ്മൾ ഇന്ന് LP-UPയുടെ ഒരു മോക്ക് ടെസ്റ്റാണ് ചെയ്ത് നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് ഇന്നത്തെ മോക്ക് ടെസ്റ്റിലേക്ക് കടക്കാം. നമ്മുടെ ചാനലിൽ ഒരു 5ഓളം മോക്ക് ടെസ്റ്റുകൾ LP-UP റിലേറ്റഡ് നമ്മൾ ചെയ്തിട്ടുണ്ട്. പിന്നെ കുറേയധികം LP-UPയുടെ ക്ലാസ്സുകളും ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്കുകൾ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തോളാം. എല്ലാവരും മോക്ക് ടെസ്റ്റുകൾ ചെയ്ത് പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് 5ാമത്തെ മോക്ക് ടെസ്റ്റിലേക്ക് കടക്കാം. 1ാമത്തെ ചോദ്യം, ഒരു നല്ല ശോധകത്തിൻ്റെ ഏതാനും സവിശേഷതകൾ താഴെ കൊടുക്കുന്നു. ഇതിൽ മറ്റെല്ലാ സവിശേഷതകളുടെയും മുന്നുപാധിയായി കണക്കാക്കാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷത ഏത്? സവിശേഷതകൾ ഇതൊക്കെയാണ്: ഉദ്ദേശാധിഷ്ഠിത്വം, വസ്തുനിഷ്ഠത, സാധ്യത, വിശ്വാസ്യത, പ്രായോഗികത, സമഗ്രത. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷത ഏത്? ഉത്തരം വസ്തുനിഷ്ഠത. നിങ്ങൾക്ക് ഈ മോക്ക് ടെസ്റ്റിൽ ലഭിക്കുന്ന മാർക്ക് ഒന്ന് കമൻറ്റ് ചെയ്യണം. 2ാമത്തെ ചോദ്യം, ബെഞ്ചമിനസ് ബ്ലൂമിൻ്റെ ബോധന ഉദ്ദേശങ്ങളുടെ വർഗവിവരണ പട്ടികയിൽ വൈജ്ഞാനിക മേഖലയിലെ ഏറ്റവും ഉയർന്ന പഠനഫലം ഏതാണ്? ഉത്തരം വിലയിരുത്തൽ. ക്വസ്റ്റ്യൻ നമ്പർ 3, പഠിതാക്കളുടെ വ്യത്യസ്ത നൈപുണ്യ വികസന പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ച് നടപ്പിലാക്കാനായി കേരളത്തിൽ രൂപം കൊണ്ട സ്ഥാപനം ഏത്? ഉത്തരം ഏതാ വരണേ? 4 ഓപ്ഷൻ ഉണ്ട്. ഉത്തരം അക്കാദമി ഫോർ സ്കിൽ എക്സലൻസ്. ക്വസ്റ്റ്യൻ നമ്പർ 4, നിപുണന പഠനം അഥവാ മാസ്റ്ററി ലേണിംഗ് സാധ്യമാക്കുന്ന രീതിയിൽ പാഠ്യവസ്തുവിനെ ചെറിയ പഠനക്രമങ്ങളാക്കി അപഗ്രഥിച്ച് ചിട്ടപ്പെടുത്തുന്ന രീതി അറിയപ്പെടുന്നത് ഏത് പേരിലാണ്? 4 ഓപ്ഷൻസ് ആണുള്ളത്. ഇതിലേതാണ് ഉത്തരം? ഉത്തരം ക്രമീകരണം അഥവാ പ്രോഗ്രാമിംഗ്. 5ാമത്തെ ചോദ്യം, ഒരു സംഘത്തിലെ അംഗങ്ങൾ തമ്മിലുള്ള പരസ്പര ബന്ധങ്ങൾ വിലയിരുത്തുവാനായി സോഷ്യോമെട്രി എന്ന അളവ് രീതി വികസിപ്പിച്ചെടുത്തത് ആരാണ് സോഷ്യോമെട്രിയുടെ പിതാവ്? ഏതാണ്? നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഉത്തരം JL മൊറീനോ. ക്വസ്റ്റ്യൻ 6, ഉദ്ദീപനം കൊണ്ട് പ്രതികരണം ഉണ്ടാകുന്നു. പ്രതികരണങ്ങളുടെ ആവർത്തനം വഴി പ്രബലനം സാധ്യമാവുന്നു. മനുഷ്യ വ്യവഹാരങ്ങളെല്ലാം ഇത്തരം പ്രബലനത്തിൻ്റെ ഫലമായി സംഭവിക്കുന്നതാണെന്ന് സ്ഥാപിച്ചത് ആരാണ്? ഓക്കെ, നോക്കാം. ഉത്തരം സ്കിന്നർ. ഓക്കെ, 7ാമത്തെ ചോദ്യം, വിലയിരുത്തലിനെ കുറിച്ചുള്ള സമീപനത്തിന് ഏറ്റവും അനുയോജ്യമായ പ്രസ്താവന ഏത്? ഓപ്ഷൻസ് ഇതൊക്കെയാണ്. ഒരു യൂണിറ്റ് തീർന്നതിന് ശേഷം മാത്രം വിലയിരുത്തുക, വിലയിരുത്തലിനെ ബോധന പ്രക്രിയയുമായി ഉപഗ്രഥിക്കുക, വിലയിരുത്തലിൽ പ്രത്യേകം പരിശീലനം ലഭിച്ച അധ്യാപകർ മാത്രം അത് ചെയ്യുക. ഇവയെല്ലാം ഏതാണ് ഉത്തരം വരുന്നത്? ഏറ്റവും അനുയോജ്യമായ പ്രസ്താവന. ഉത്തരം വിലയിരുത്തലിനെ ബോധന പ്രക്രിയയുമായി ഉപഗ്രഥിക്കുക. അടുത്ത ചോദ്യം, പഠിതാക്കളിൽ ക്രിയാത്മക ചിന്തനത്തിനുള്ള സാഹചര്യമുണ്ടായാൽ അവരിൽ അന്തർദൃഷ്ടി സൃഷ്ടിക്കുവാൻ ആവും. ഇതുവഴി പ്രശ്ന പരിഹാരത്തിനുള്ള കഴിവ് ലഭ്യമാക്കുന്നു. വസ്തുക്കളെ പൂർണ്ണമായും ഉൾക്കൊണ്ടുകൊണ്ട് സമഗ്രമായി മനസ്സിലാക്കുന്ന ബോധന ചൈതന്യമാണ് ഉൾക്കാഴ്ച. ഈ ആശയം ഏത് സിദ്ധാന്തവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഈ ഉൾക്കാഴ്ച നോക്കാം. ഉത്തരം ഗസ്റ്റാൾട്ട്. നമുക്കറിയാം ഇൻസൈറ്റ് ലേണിംഗ് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് അല്ലെ, ഗസ്റ്റാൾട്ട്. ഓക്കെ, ക്വസ്റ്റ്യൻ 9, പാഠാവതരണത്തിലെ ഒരു സമീപന രീതിയാണ് കാലാനുക്രമ സമീപനം അല്ലെങ്കിൽ ക്രോണോളജിക്കൽ അപ്രോച്ച്. ഇത് ഏറ്റവും അഭികാമ്യമായത് ഏത് അധ്യാപനത്തിനാണ്? ക്രോണോളജിക്കൽ അപ്രോച്ച് അഥവാ കാലാനുക്രമ സമീപനം ഏത് അധ്യാപനത്തിനാണ് ഇത് അഭികാമ്യമായത്? ഉത്തരം വരുന്നത് സാമൂഹിക ശാസ്ത്ര അധ്യാപനത്തിന്. ക്വസ്റ്റ്യൻ നമ്പർ 10, വിവിധ പഠന മേഖലകളിൽ ഒരു പ്രത്യേക പഠിതാവിൻ്റെ അഭിരുചി ഏതെന്ന് കണ്ടെത്താനുള്ള ടെസ്റ്റ് താഴെ പറയുന്നവയിൽ ഏതാണ്? അതായത് പല പല പഠന മേഖലയിൽ ഒരു പ്രത്യേക പഠിതാവിൻ്റെ അഭിരുചി കണ്ടെത്താനുള്ള ടെസ്റ്റാണ് ഉത്തരം പ്രോഗ്നോസ്റ്റിക് ടെസ്റ്റ്. ക്വസ്റ്റ്യൻ നമ്പർ 11, ഭാഷാർജ്ജനത്തിനുള്ള നൈസർഗിക വാസനയോടെയാണ് ഓരോ കുട്ടിയും ജനിച്ചു വീഴുന്നത്. അവരുടെ മനസ്സിൽ ഭാഷയ്ക്ക് വേണ്ടി മാത്രം നീക്കിവെച്ചിട്ടുള്ള ഒരു ഘടകമുണ്ട്. ഇതിനെ നോം ചോസ്കി വിശേഷിപ്പിച്ചിട്ടുള്ളത് എന്താണ്? ഒരു മനുഷ്യന് അവൻ്റെ ജന്മനാ തന്നെ അവൻ്റെ മനസ്സിൽ ഭാഷയ്ക്ക് വേണ്ടി മാത്രം നീക്കിവെച്ചിട്ടുള്ള ആ സവിശേഷ ഘടകത്തെ നോം ചോസ്കി വിശേഷിപ്പിച്ചിട്ടുള്ളത് എന്തെന്നാണ്? ഉത്തരം ഓപ്ഷൻ സി, ഭാഷാർജ്ജന സംവിധാനം. ക്വസ്റ്റ്യൻ 12, രാജുവിനെ സ്വതന്ത്രമായി വിട്ടപ്പോൾ പരീക്ഷയിൽ അവന് 60% മാർക്ക് ലഭിച്ചു. എന്നാൽ വിഷയത്തിൽ അറിവുള്ള മുതിർന്ന ഒരാളുടെ അല്ലെങ്കിൽ നമ്മൾ പഠിച്ചതാണ് ദ മോർ നോളജബിൾ അദ്ദേഹത്തിൻ്റെ നിർദ്ദേശവും കൈത്താങ്ങും ലഭിച്ചപ്പോൾ അവന്
80% മാർക്ക് ലഭിച്ചു. ലെവ് വൈഗോട്സ്കിയുടെ അഭിപ്രായത്തിൽ 80% മാർക്ക് ലഭിച്ചപ്പോൾ രാജു എത്തിച്ചേർന്ന പഠന മേഖല അറിയപ്പെടുന്നത് ഏത് പേരിലാണ്? നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് അല്ലേ? ഏതാണ് അതിൻ്റെ ഉത്തരം? വികസനത്തിൻ്റെ സമീപസ്ഥ തലം അല്ലെങ്കിൽ സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെന്റ്. ഒരു വ്യക്തിക്ക് അവന് സ്വയമേ തന്നെ എത്തിച്ചേരാനാവുന്ന ഒരു തലമുണ്ട്. പക്ഷേ മറ്റൊരാളുടെ മോർ നോളജബിൾ പേഴ്സന്റെ അദ്ദേഹത്തിന് ആ ഒരു മോട്ടിവേഷനും അദ്ദേഹത്തിന്റെ സപ്പോർട്ടും കൊണ്ട് അവൻ എത്തിച്ചേരാവുന്ന ഒരു ഇടമുണ്ട്. അതേതാണ്? സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെന്റ് അല്ലെങ്കിൽ വികസനത്തിന്റെ സമീപസ്ഥ തലം. അപ്പോൾ 80% മാർക്ക് ലഭിച്ചു ഒരാളുടെ സഹായത്തോടെ, അയാളുടെ മോട്ടിവേഷൻ അല്ലെങ്കിൽ അയാളുടെ സപ്പോർട്ടോടെ. അപ്പൊ രാജു എത്തിച്ചേർന്ന ആ മേഖലയുടെ പേരാണ് വികസനത്തിന്റെ സമീപസ്ഥ തലം. ക്വസ്റ്റ്യൻ 13. തോണ്ടേക്കിന്റെ അഭിപ്രായത്തിൽ പഠനം നടക്കാൻ അനിവാര്യമായ സുപ്രധാന ഘടകങ്ങൾ ഏതൊക്കെ? റെഡിനെസ്, എഫക്റ്റ്, എക്സസൈസ് അല്ലെങ്കിൽ പഠനസന്നദ്ധത, ബലസിദ്ധി, അഭ്യാസം ഏതൊക്കെയാണ്? ഇതെല്ലാം വരും. അപ്പോൾ തോണ്ടേക്കിന്റെ അഭിപ്രായത്തിൽ പഠനം നടക്കാൻ അനിവാര്യമായ സുപ്രധാന ഘടകങ്ങളാണ് പഠനസന്നദ്ധത, ഫലസിദ്ധി, അഭ്യാസം. ഇതെല്ലാം വരും. ക്വസ്റ്റ്യൻ നമ്പർ 14. വ്യവഹാരവാദത്തിന്റെ അമരക്കാരനായി അറിയപ്പെടുന്ന ജോൺ വാട്സനെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച മനഃശാസ്ത്രജ്ഞൻ ആര്? ജോൺ വാട്സനെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച മനഃശാസ്ത്രജ്ഞൻ ആരാണ്? ഉത്തരം പാവ്ലോവ്. ക്വസ്റ്റ്യൻ 15. ഒരു വിഷയം ആദർശ രൂപത്തിൽ അവതരിപ്പിക്കുമ്പോഴാണ് അതിന്റെ പ്രസരണ മൂല്യം വർദ്ധിക്കുന്നത്, അല്ലാതെ വിശേഷ്യ രൂപത്തിൽ പറയുമ്പോഴല്ല. ഈ പഠന പ്രസരണത്തിലെ ഏത് സിദ്ധാന്തവുമായിട്ടാണ് ഈ ആശയം അടുത്ത് കിടക്കുന്നത്? നോക്കാം നമുക്ക്. ഉത്തരം വരുന്നത് ആദർശ സിദ്ധാന്തം അഥവാ ഐഡിയൽ തിയറി. ക്വസ്റ്റ്യൻ 16. ഭാഷ ആർജിക്കും മുമ്പ് പ്രതീകാത്മകമായി ചിന്തിക്കാനുള്ള കഴിവ് കൂടി കുട്ടികൾ നേടേണ്ടതുണ്ട്. ചിന്തയാണ് ഭാഷയെ നിർണയിക്കുന്നത്. ആരുടെ അഭിപ്രായമാണ്? ഭാഷയെ നിയന്ത്രിക്കുന്നത് ചിന്തയാണെന്ന് പറഞ്ഞത് ഏത് മനഃശാസ്ത്രജ്ഞനാണ്? ഉത്തരം പിയാഷെയാണ്. ക്വസ്റ്റ്യൻ നമ്പർ 17. നൈതിക വികാസത്തെ കോൾബർഗ് എത്ര ഘട്ടങ്ങളും തലങ്ങളുമായി തരംതിരിച്ചിട്ടുണ്ട്? നമുക്കറിയാലോ. ഉത്തരം 6. ക്വസ്റ്റ്യൻ 18. വിദ്യാഭ്യാസത്തിൽ പഠിതാവിനെ കേന്ദ്രീകരിച്ചിട്ടുള്ള ബോധന സമീപനത്തിന് തുടക്കമിട്ട ദർശനം ഏതാണ്? ഈ 4 ഏതാ വരണേ? അതായത് ചൈൽഡ് സെന്റേർഡ് ആയിട്ടുള്ള ഒരു ബോധന സമീപനം ഏതാണ്? ഉത്തരം കൺസ്ട്രക്റ്റിവിസം ആണ്. ക്വസ്റ്റ്യൻ 19. ഗിൽഫോർഡിന്റെ അഭിപ്രായത്തിൽ ഒരാൾ ഏർപ്പെടുന്ന ഭൗതിക പ്രവർത്തനത്തിന് ആകെ എത്ര ഘടകങ്ങളുണ്ട്? ഗിൽഫോർഡിന്റെ അഭിപ്രായത്തിൽ ഒരാൾ ഏർപ്പെടുന്ന ഭൗതിക പ്രവർത്തനത്തിന് ആകെ എത്ര ഘടകങ്ങളുണ്ട്? നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ഉത്തരം 150. ക്വസ്റ്റ്യൻ 20. റോബർട്ട് ഗാഗ്നെയുടെ പഠനശ്രേണി സിദ്ധാന്തം അനുസരിച്ച് പഠന പ്രക്രിയയിൽ വ്യവസ്ഥാപിതമായ എത്ര പ്രതിരൂപങ്ങളാണുള്ളത്? ഗാഗ്നെയുടെ അഭിപ്രായം അനുസരിച്ച് ഉത്തരം 8. ക്വസ്റ്റ്യൻ നമ്പർ 21. ഭാഷയുടെ സ്വഭാവത്തിന് ചേരുംപടി അന്യഭാഷകളിൽ നിന്നും പദങ്ങളിൽ മാറ്റം വരുത്തി സ്വീകരിക്കുന്നതിന് വിശേഷിപ്പിക്കുന്ന പദം ഏതാണ്? നമ്മൾ അന്യഭാഷകളിൽ നിന്നും നമ്മുടെ ഭാഷകളിലേക്ക് അല്ലെങ്കിൽ ആ പദത്തിൽ മാറ്റം വരുത്തി സ്വീകരിക്കുന്നതിനെ വിശേഷിപ്പിക്കുന്ന പദം ഏതാണ്? ഇതിൻ്റെ അകത്ത് ഉത്തരം തൽഭവം. ക്വസ്റ്റ്യൻ 22. ഇവയിൽ അറബി ഭാഷയിൽ നിന്നും സ്വീകരിച്ച പദം അല്ലാത്തത് ഏത്? 4 ഉണ്ട്. ഇതിലേതാ അറബി ഭാഷയിൽ നിന്ന് നമ്മൾ സ്വീകരിക്കാത്ത പദം ഏതാണ്? ഉത്തരം ശരാശരി. ബാക്കി ഹാജർ, ബാക്കി, താക്കീത് ഇതൊക്കെ അറബി ഭാഷയിൽ നിന്ന് സ്വീകരിച്ചാണ്. ഇതിൽ നിന്ന് സ്വീകരിക്കാത്തത് ശരാശരിയാണ്. ക്വസ്റ്റ്യൻ 23. വിച്ച് എഡ്യൂക്കേഷണൽ കമ്മീഷൻ ഹാസ് ഗിവൺ ഇംഗ്ലീഷ് ദ പൊസിഷൻ ഓഫ് ലൈബ്രറി ലാംഗ്വേജ്? ഏത് എഡ്യൂക്കേഷണൽ കമ്മീഷനാണ്? ഉത്തരം കോത്താരി കമ്മീഷൻ. ക്വസ്റ്റ്യൻ 24. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ ലേണിംഗ് മെറ്റീരിയൽ? ഇതിൽ ഏതാണ് ലേണിംഗ് മെറ്റീരിയൽ? 3 തരം ബുക്കുകളാണ് കൊടുത്തിരിക്കുന്നത്. കോഴ്സ് ബുക്ക്, പ്രാക്ടീസ് ബുക്ക്, സോഴ്സ് ബുക്ക്. ഉത്തരം വരുന്നത് ഓൾ ഓഫ് ദീസ് ആണ്. ക്വസ്റ്റ്യൻ 25. ഇവയിൽ 4/5 വലിയ ഭിന്നസംഖ്യ ഏത്? നമ്മളപ്പോൾ 4/5 കമ്പയർ ചെയ്ത് നോക്കുന്നു. ഈ മെത്തേഡിലാണ് ചെയ്യുന്നത്. 4/5 ആദ്യത്തെ ഓപ്ഷനായ 5/8. അപ്പോൾ അത് ക്രോസ് ചെയ്ത് നോക്കുമ്പോൾ ഇവിടെ വലുത് ഏതാ വരണേ? 4/5 തന്നെയാണ്. പിന്നീട് 5/7 ക്രോസ് ചെയ്ത് അതിൽ വലുത് നോക്കുന്നു. അങ്ങനെ കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് ഉത്തരം കിട്ടുന്നത് 4/3 ആണ്. അടുത്ത ചോദ്യം ക്വസ്റ്റ്യൻ നമ്പർ 26. 10, 25, 46, 73, 106. ഈ ശ്രേണിയിലെ അടുത്ത പദം ഏതാണെന്നാണ്. അപ്പോൾ ഇതൊരു പ്രത്യേക പാറ്റേണിലാണ് വന്നിരിക്കുന്നത്. പാറ്റേൺ ഇതാണ്: 10 + 3 × 5
ചെയ്യുമ്പോഴാണ് 25 കിട്ടുന്നത്. 10 + 15 25. അടുത്ത സെക്ഷനിൽ നമ്മൾ 3 × 5ക്ക് പകരം 3 × 7 ആണ്. നെക്സ്റ്റ് പദത്തിനോടൊപ്പം തന്നെ 3 × 7 ചെയ്യുമ്പോൾ നമുക്ക് 46 കിട്ടും. അപ്പോൾ ആ 46ൻ്റെ കൂടെ 3 × 9 കൂട്ടുമ്പോൾ 73 കിട്ടും. അങ്ങനെ ചെയ്തു വരുമ്പോൾ ലാസ്റ്റ് പദമായ 106 + 3 നമ്മൾ എന്താ ചെയ്യുന്നത്, 3 × 13 ചെയ്യുന്നത്. അപ്പം 106 + 39 145. ഉത്തരം കിട്ടുന്നത് 145. ചെയ്ത് നോക്കുക. ക്വസ്റ്റ്യൻ 27. ഒരു ജോലി ചെയ്യുവാൻ 20 ആളുകൾക്ക് 6 ദിവസം വേണം എങ്കിൽ 8 ആളുകൾക്ക് എത്ര ദിവസം വേണം? നമുക്കറിയാലോ, ചെയ്യുന്ന ഇക്വേഷൻ അറിയാമല്ലോ. 20 ആളുകൾക്ക് 6 ദിവസമാണെങ്കിൽ 20 × 6 ദാറ്റ് ഈസ് ഈക്വൽ ടു 8 ആളുകൾക്ക് എക്സ് ദിവസം വേണമെന്ന് നമുക്ക് സങ്കല്പിക്കാം. എന്നിട്ട് എക്സ് കണ്ടുപിടിക്കാം. അപ്പോൾ ഉത്തരം എന്ത് കിട്ടും? 15 എന്ന് കിട്ടും. ക്വസ്റ്റ്യൻ നമ്പർ 28. ഒരു സംഖ്യയുടെ 15% 27 ആയാൽ സംഖ്യ ഏത്? അപ്പോൾ 15% ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 27 എന്ന് എടുക്കാം. എന്നിട്ട് എക്സ് നമുക്ക് സോൾവ് ചെയ്തെടുക്കുമ്പോൾ നമുക്ക് ഉത്തരം കിട്ടും 180. ക്വസ്റ്റ്യൻ നമ്പർ 29. 4,7,10 എന്ന സമാന്തര ശ്രേണിയുടെ 101-ാം പദം എത്ര? നമുക്കിവിടെ ആദ്യ പദവും പൊതുവ്യത്യാസവും ഉണ്ട്. എ കിട്ടിയിരിക്കുന്നത് 4 എന്നും ഡി കിട്ടിയിരിക്കുന്നത് 3 എന്നുമാണ്. അപ്പോൾ ഈസി ആയിട്ട് നമുക്ക് 101-ാം പദം കണ്ടുപിടിക്കാമല്ലോ. A + 100D ചെയ്താൽ പോരെ. അപ്പോൾ ഉത്തരം നമുക്ക് 304 എന്ന് കിട്ടും. ക്വസ്റ്റ്യൻ 30. 15:75 ഈസ് ഈക്വൽ ടു 7:x ആയാൽ എക്സ് എത്ര? അപ്പോൾ 15/75 എന്ന് പറഞ്ഞാൽ എന്തിന് ഈക്വലാണ്? 7/xന് ഈക്വലാണ്. സോൾവ് ചെയ്ത് എക്സ് കണ്ടുപിടിക്കുക. ഉത്തരം കിട്ടുന്നത് 35. ക്വസ്റ്റ്യൻ 31. 12 പേനയുടെ വിറ്റ വിലയും 16 പേനയുടെ വാങ്ങിയ വിലയും തുല്യമാണ് എങ്കിൽ ലാഭം എത്ര ശതമാനം? ഇക്വേഷൻ നമുക്കറിയാം. അപ്പം നമ്മൾ ഒരു പേനയുടെ വില 1 രൂപയെന്ന് നമുക്ക് ഇവിടെ അസ്യൂം ചെയ്യാം. അങ്ങനെയാണെങ്കിൽ 12 പേനയുടെ വില എത്രയാണ്? വാങ്ങിയ വില 12 രൂപയാണ് അല്ലേ. അപ്പോൾ 12 പേനയുടെ വിറ്റ വില 16 പേനയുടെ വിലയ്ക്ക് തുല്യമാണെന്നല്ലേ പറഞ്ഞത്. അപ്പോൾ വിറ്റ വില 16 രൂപയെന്ന് എടുക്കണം. എന്നിട്ട് ലാഭം നമുക്കറിയാമല്ലോ, 16-ൽ നിന്നും 12 കുറക്കുമ്പോൾ 4 രൂപയാണ് ഇവിടെ ലാഭം. ഇനി ലാഭശതമാനം നമുക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാം. ലാഭം ഡിവൈഡഡ് ബൈ വാങ്ങിയ വില × 100 ചെയ്യുക. അപ്പോൾ നമ്മൾ ചെയ്യുമ്പോൾ 100/3% എന്ന് കിട്ടും. അതായത് 33 1/3%. അതാണ് ഉത്തരം. ഓപ്ഷൻ ബി ഈസ് ദ റൈറ്റ് ആൻസർ. ക്വസ്റ്റ്യൻ 32. 7.85 × 7.85 പ്ലസ് 2 × 7.85 × 2.15 പ്ലസ് 2.15 × 2.15. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ നമ്മൾ നോക്കുമ്പോഴേക്കും നമുക്ക് മനസ്സിലാവും ഇത് a² + 2ab + b² എന്ന ഫോർമാറ്റിലാണ് കിടക്കുന്നത്. അപ്പോൾ ഇതിനെ എങ്ങനെ സോൾവ് ചെയ്യാം? ഇതെന്ന് പറഞ്ഞാൽ എന്താണ്? a + b ² അല്ലേ. അപ്പോൾ a ഇവിടെ 7.85 ബി 2.15 ആണെങ്കിൽ എയും ബിയും കൂടി കൂട്ടിയിട്ട് അതിൻ്റെ സ്ക്വയർ എടുത്താൽ പോരെ. അപ്പം നമുക്ക് ഉത്തരം കിട്ടുന്നത് 10² എന്നാണ്. അപ്പോൾ ഓപ്ഷൻ എ ഈസ് ദ റൈറ്റ് ആൻസർ. ക്വസ്റ്റ്യൻ 33. ഒരു ക്ലോക്കിലെ സമയം 11:30 ആകുമ്പോൾ അതിൻ്റെ സൂചികൾക്കിടയിലുള്ള കോണളവ് എത്ര? നമുക്ക് കോണളവ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ അറിയാം. 30 മണിക്കൂർ - 11/2 × മിനിറ്റ്. 30 മണിക്കൂർ ഇവിടെ എത്രയാ? 11 അല്ലേ അവിടെ വരണേ. അപ്പോൾ 30 × 11 330 - 11/2 മിനിറ്റ് വരുന്നത് 30 ആണ്. അപ്പോൾ 165 കിട്ടും. ഇത് നമ്മൾ മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് ഉത്തരം കിട്ടുന്നത് 165 ഡിഗ്രി എന്ന് കിട്ടും. ചെയ്ത് നോക്കുക. 34-ാമത്തെ ചോദ്യം. രവി കൃഷി ആവശ്യത്തിനായി 10,000 രൂപ, ഇവിടെ ഒരു പ്രിന്റിംഗ് മിസ്റ്റേക്ക് ആണ്, 10,000 രൂപ സഹകരണ ബാങ്കിൽ നിന്നും വായ്പ എടുത്തു. രവി കൃഷി ആവശ്യത്തിനായി 10,000 രൂപ സഹകരണ ബാങ്കിൽ നിന്നും വായ്പ എടുത്തു. ബാങ്ക് 8% പലിശ നിരക്കാണ് കണക്കാക്കുന്നത് എങ്കിൽ 6 മാസം കഴിഞ്ഞ് എത്ര രൂപ തിരിച്ചടക്കണം? അപ്പോൾ നമുക്കിവിടെ മുടക്ക് മുതൽ 10,000 രൂപയാണ്. പിന്നെ നമ്മുടെ പലിശ നിരക്ക് 8%. എത്ര മാസത്തേക്കാണ്? 6 മാസത്തേക്കാണ്. നമുക്ക് ഇക്വേഷൻ അറിയാമല്ലോ, I = PNR ചെയ്യുമ്പോൾ നമുക്ക് 400 രൂപ പലിശ കിട്ടും. അപ്പോൾ 6 മാസം എന്നുള്ളത് നമ്മൾ എങ്ങനെ എടുക്കും? 6/12 അല്ലെങ്കിൽ 1/2 എന്ന് എടുത്താൽ മതി. അപ്പോൾ നമുക്ക് ഇവിടെ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും പലിശ കിട്ടിയിരിക്കുന്ന 400 ആണ്. നമുക്കിവിടെ എത്ര രൂപ തിരിച്ചടക്കണമെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. സോ എമൗണ്ട് ഈസ് ഈക്വൽ ടു ഇൻട്രസ്റ്റ് പ്ലസ് മുടക്ക് മുതൽ അല്ലേ. ചെയ്യുമ്പോൾ നമുക്ക് 10,000 + 400 കിട്ടും. അപ്പോൾ 10,400 എന്നാണ് ഉത്തരം കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ സി ഈസ് ദ റൈറ്റ് ആൻസർ. ക്വസ്റ്റ്യൻ നമ്പർ 35. 1 ഹെക്ടർ എത്ര ഏക്കറിന് തുല്യമാണ്? 1 ഹെക്ടർ എന്ന് പറയുന്നത് 2.471 ഏക്കറാണ്. 2.471 ഏക്കറാണ് 1 ഹെക്ടർ. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ഒരു ക്യൂബിൻ്റെ വക്കിന് 6 സെന്റിമീറ്റർ നീളമുണ്ടെങ്കിൽ വ്യാപ്തം എത്ര?
വക്ക്, അതായത് നമുക്കൊരു സൈഡ് കിട്ടിയിട്ടുണ്ട് A = 6 സെന്റിമീറ്റർ. വ്യാപ്തം അറിയാമല്ലോ നമുക്ക്, A³ ആണല്ലേ വ്യാപ്തത്തിന്റെ ഇക്വേഷൻ. അപ്പോൾ 6 × 6 × 6 ചെയ്യുമ്പോൾ 216 സെന്റിമീറ്റർ ക്യൂബ് എന്ന് കിട്ടും. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ഇവിടെ വരുന്നത് 32,124 എന്ന സംഖ്യയെ 9,999 എന്ന സംഖ്യ കൊണ്ട് ഗുണിച്ചാൽ എത്ര കിട്ടും? ഇതിന് നമുക്കൊരു ഷോർട്ട് കട്ട് ഉണ്ട്. 32,124നെ 9,999 കൊണ്ട് ഗുണിച്ചാൽ എത്ര കിട്ടും? അപ്പോൾ നമുക്കതിനെ ഷോർട്ടായിട്ട് 9,999നെ 10,000 - 1 എന്ന് എഴുതാമല്ലോ. എന്നിട്ട് അത് സോൾവ് ചെയ്ത് വരുമ്പോൾ നമുക്ക് കിട്ടും, ആ സോൾവ് ചെയ്ത് കിട്ടുന്ന ആ വാല്യൂസിന് നമ്മൾ മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് ഇതാണ് ആൻസർ കിട്ടുന്നത്. അപ്പോൾ ഓപ്ഷൻ A ഈസ് ദ റൈറ്റ് ആൻസർ. ക്വസ്റ്റ്യൻ 38 ഒറ്റയാനെ കണ്ടെത്തുക. അപ്പോൾ ഇവിടെ നമുക്ക് പ്രത്യേകത നോക്കാം. 68 എന്ന് പറയുമ്പോൾ 6 8 കൂടി കൂട്ടുമ്പോൾ 14, 77 7 7 കൂടി കൂട്ടുമ്പോൾ 14, 78 എന്ന് പറയുമ്പോൾ അത് 15 കിട്ടുന്നത്, പക്ഷെ 86 14 കിട്ടുന്നത്. അപ്പോൾ 3 കാര്യങ്ങൾക്ക് ഇവിടെ 14 എന്നതിൻ്റെ സമ്മ് കിട്ടുമെങ്കിൽ ഇവിടെ 78 എന്നുള്ള സംഖ്യക്ക് 15 സമ്മ് കിട്ടുന്നത്. സോ അപ്പോൾ ഒറ്റപ്പെട്ട സംഖ്യ ഏതാണ്? 78. ഓപ്ഷൻ C ഈസ് ദ റൈറ്റ് ആൻസർ. ക്വസ്റ്റ്യൻ നമ്പർ 39 15 30 45 എന്നീ സംഖ്യകൾ കൊണ്ട് നിശേഷം ഹരിക്കുവാൻ സാധിക്കുന്ന ഏറ്റവും ചെറിയ സംഖ്യ ഏത്? ഇവിടെ ഏതാണ് ഏറ്റവും ചെറിയ സംഖ്യ? ഏറ്റവും ചെറിയ സംഖ്യ കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ LCM ആണ് എടുക്കേണ്ടത്. ഏറ്റവും വലിയ സംഖ്യയാണ് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ HCF ആണ് എടുക്കുന്നത്. നമുക്കിവിടെ ക്വസ്റ്റ്യൻ്റെ അകത്ത് ഏറ്റവും ചെറിയ സംഖ്യയാണ് കണ്ടുപിടിക്കേണ്ടത്. സോ നമ്മൾ LCM എടുക്കുന്നു. അപ്പോൾ നമുക്ക് 90 ആണ് LCM ആയിട്ട് കിട്ടുന്നത്. അപ്പോൾ ഇവിടെ 15 30 45 എന്നീ സംഖ്യകൾ കൊണ്ട് നിശേഷം ഹരിക്കാൻ സാധിക്കുന്ന ഏറ്റവും ചെറിയ സംഖ്യ ഏതാണ്? 90. ഓപ്ഷൻ D ഈസ് ദ റൈറ്റ് ആൻസർ. ക്വസ്റ്റ്യൻ 40 ഐഡന്റിഫൈ ദ വേർഡ് ദാറ്റ് ഈസ് സ്പെൽ കറക്റ്റ്ലി. കറക്റ്റായിട്ട് ഇവിടെ സ്പെൽ ചെയ്യുന്ന വേർഡ് ഏതാണ്? ഉത്തരം വരുന്നത് ഓപ്ഷൻ A ആണ്, എക്സലൻസ്. EXCELLENCE. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 41ലേക്ക് പോകാം. ഷീ കുഡ് നോട്ട് അഡ്ജസ്റ്റ് വിത്ത് ഹെർ റൂംമേറ്റ്സ്. ദ വേർഡ് ഇറ്റ് ക്യാൻ ബി. ഇവിടെ വന്നിരിക്കുന്ന ഇതിനെ നമുക്ക് എങ്ങനെ റീപ്ലേസ് ചെയ്യാം? ഒരു ഫ്രേസ് വെച്ചിട്ട് നമുക്ക് എങ്ങനെ നമുക്കിത് റീപ്ലേസ് ചെയ്യാം? കുഡ് നോട്ട് അഡ്ജസ്റ്റ് വിത്ത് ഹെർ റൂംമേറ്റ്. ഇവിടെ നമുക്കൊരു ഫ്രേസ് വെച്ചിട്ട് ഇതിനെ റീപ്ലേസ് ചെയ്യാം. അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥ എന്ന് പറയുമ്പോൾ നമുക്ക് അവിടെ നമുക്ക് എന്തെന്ന് പറയാം? നോക്കാം, പുട്ടപ്പ്. പുട്ടപ്പ് എന്ന് പറയുമ്പോൾ അറിയാമല്ലോ. ഓക്കെ, അപ്പം 42ലേക്ക് പോവാം. ഹീ ഈസ് ഡാഷ് മാൻ ഐ വാസ് റെഫറിങ്. ഇവിടെ ഏതാ ഉത്തരം വരുന്നത്? ഓപ്ഷൻ C D ആണ് വരുന്നത്. ഹീ ഈസ് ദ മാൻ ഐ വാസ് റെഫറിങ്. ക്വസ്റ്റ്യൻ നമ്പർ 43 ഐഡന്റിഫൈ ദ കറക്റ്റ് സെന്റൻസ്. 4 സെന്റൻസുകളുണ്ട്. ഇതിൽ കറക്റ്റ് ആയിട്ടുള്ള സെന്റൻസ് ഏതാണ്? ഓൾ ആർ ഇമ്പോർട്ടൻറ്റ് ടു അസ്. ഓപ്ഷൻ A ആണ് റൈറ്റ്. ക്വസ്റ്റ്യൻ നമ്പർ 44 വൈ ആർ യു ലേറ്റ് ആസ്ക്ഡ് ദ ടീച്ചർ ടു ദ ബോയ്. ദിസ് ക്യാൻ ബി റിപ്പോർട്ടഡ് ആസ്. അപ്പോൾ ടീച്ചർ കുട്ടിയോട് ചോദിക്കുവാണ് വൈ ആർ യു ലേറ്റ്. ഇതിനെ നമുക്ക് റിപ്പോർട്ടഡ് സ്പീച്ചിലേക്ക് മാറ്റണം. ഉത്തരം വരുന്നത് ഓപ്ഷൻ A ആണ്. ദ ടീച്ചർ ആസ്ക്ഡ് ദ ബോയ് വൈ ഹി വാസ് ലേറ്റ്. ദ ടീച്ചർ ആസ്ക്ഡ് ദ ബോയ് വൈ ഹി വാസ് ലേറ്റ്. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 45 യുവർ ഷോപ്പിംഗ് ഈസ് നോട്ട് യെറ്റ് ഓവർ. ഇവിടെ നമുക്ക് ക്വസ്റ്റ്യൻ ടാഗ് എന്താ വരണേ? ഉത്തരം വരുന്നത് ഈസിറ്റ് ആണ്. സെൻറ്റൻസിൽ നോട്ടുള്ളത് കൊണ്ട് ഈസിറ്റ് ആണ് വരുന്നത്. അപ്പോൾ നോക്കിയാൽ യുവർ ഷോപ്പിംഗ് ഈസ് നോട്ട് യെറ്റ് ഓവർ. ക്വസ്റ്റ്യൻ ടാഗ് ഈസിറ്റ്. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 46 ഇവയിലെ ഉത്തമ പുരുഷ സർവനാമം ഏത്? ഇതിലേതാ വരണേ? അവൾ, നീ, അദ്ദേഹം, ഞാൻ. ഇതിൽ ഉത്തരം വരുന്ന ഓപ്ഷൻ D ആണ്. ഞാൻ എന്നുള്ളതാണ് ഉത്തമ പുരുഷ സർവനാമം. അടുത്ത ചോദ്യം അയാൾ എഴുതിക്കൊണ്ടിരിക്കുന്നു. ഇതിലെ അനുപ്രയോഗം ഏത് വിഭാഗത്തിൽ പെടുന്നു? അയാൾ എഴുതിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഏതാ വരണേ? കാലാനുപ്രയോഗമാണ് കേട്ടോ. കാലാനുപ്രയോഗമാണ്. ഓപ്ഷൻ B ഈസ് ദ റൈറ്റ് ആൻസർ. ക്വസ്റ്റ്യൻ 48 രാജ്യ പുരോഗതി എന്ന സമസ്ത പദത്തെ വിഗ്രഹിക്കുന്നതിന് സമാനമായി വിഗ്രഹിക്കുന്ന പദമേത്? രാജ്യ പുരോഗതി എന്ന് പറഞ്ഞാൽ രാജ്യത്തിൻ്റെ പുരോഗതി എന്ന് വിഗ്രഹിക്കാം നമുക്ക്. അപ്പം ഇവിടെ അതുപോലെ തന്നെ വിഗ്രഹിക്കാൻ പറ്റുന്ന പദമേതാണ്? ഓപ്ഷൻ C ആണ്, വിജയാഘോഷം. വിജയത്തിൻ്റെ ആഘോഷം. രാജ്യത്തിൻ്റെ പുരോഗതി, വിജയത്തിൻ്റെ ആഘോഷം. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ക്വസ്റ്റ്യൻ 49 കാലാഹിന പരിഗ്രസ്തമാം ലോകവും ആലോല ചേതസാ ഭോഗങ്ങൾ തോടുന്നു. ഈ വരികളിൽ പാമ്പ് എന്ന അർത്ഥത്തിൽ പ്രയോഗിച്ചിരിക്കുന്ന പദമേത്? ഇവിടെ പാമ്പ് എന്നുള്ള അർത്ഥം വരുന്ന 4 ഓപ്ഷനാണുള്ളത്. ഇതിൽ അഹിയാണ് പാമ്പ് അല്ലേ? അപ്പോൾ ഓപ്ഷൻ B ഈസ് ദ റൈറ്റ് ആൻസർ. ക്വസ്റ്റ്യൻ 50 വിസ്മയം, വിഷമം, ആഹ്ലാദം തുടങ്ങിയ ഭാവങ്ങളെ സൂചിപ്പിക്കുവാൻ ചേർക്കുന്ന ചിഹ്നം ഏത്? വിസ്മയം, വിഷമം, അതുപോലെ തന്നെ ആഹ്ലാദം തുടങ്ങിയ ഭാവങ്ങളെ സൂചിപ്പിക്കുവാൻ ചേർക്കുന്ന
ചിഹ്നം ഏതാണ്? ഉത്തരം വരുന്നത് വിക്ഷേപിണി. ഓപ്ഷൻ എ ഈസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ, അടുത്ത ചോദ്യം 51ാമത്തെ ചോദ്യം. ഇതിൽ എഴുത്തച്ഛൻ്റേതല്ലാത്ത കൃതി. ഇവിടെ 3 തരം കിളിപ്പാട്ടും പിന്നെ ഹരിനാമ കീർത്തനവുമാണ് വന്നിരിക്കുന്നത്. ഇതിൽ എഴുത്തച്ഛൻ്റേതല്ലാത്ത കൃതി ഏതാണ്? ഉത്തരം നളചരിതം കിളിപ്പാട്ട്. ബാക്കി ഹരിനാമ കീർത്തനം, മഹാഭാരതം കിളിപ്പാട്ട്, ആധ്യാത്മരാമായണം കിളിപ്പാട്ട് ഇതൊക്കെ എഴുത്തച്ഛൻ്റെ കൃതികളാണ്. നളചരിതം കിളിപ്പാട്ട് അദ്ദേഹത്തിൻ്റെതല്ല. ക്വസ്റ്റ്യൻ 52. ഉണർന്നിരിക്കുന്ന അവസ്ഥ എന്ന് അർത്ഥം വരുന്ന പദം ഏത്? ഇതിൽ ഉണർന്നിരിക്കുന്ന അവസ്ഥ ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി ജാഗരം. ഓക്കെ, ക്വസ്റ്റ്യൻ 53. ഇവയിൽ ഘോഷാക്ഷരം ഏത്? അപ്പോൾ നമ്മൾ ഇത് പഠിക്കണം. ഖരം, അധികരം, മൃദു, ഘോഷം, അനുനാസികം. ഇത് പഠിച്ചു വെച്ചേക്കണേ. അപ്പോൾ ഇതിൽ ഘോഷാക്ഷരം ഏതാണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഇവിടെ നമുക്ക് ഖരം, അധികരം, മൃദു, ഘോഷം, അനുനാസികം ഇങ്ങനെ നമുക്ക് അക്ഷരങ്ങളെ കാറ്റഗറൈസ് ചെയ്യാമെങ്കിൽ ഇവിടെ ഈ ഘോഷത്തിൽ വരുന്ന ഈ ഓപ്ഷനിലുള്ള അത് ഏതാണ്? ചായ്ച്ച ഞ. അതിൽ 4ാമത് വരുന്ന അക്ഷരമല്ലേ ഘോഷത്തിൽ വരുന്നത്? ഓക്കെ, അപ്പം നിങ്ങൾ ഇതൊന്ന് സ്ക്രീൻഷോട്ട് ചെയ്ത് പഠിച്ചോണം. ഖരം, അധികരം, മൃദു, ഘോഷം, അനുനാസികം മനസ്സിലാക്കി വെച്ചോണം. അപ്പം ഇതിൽ ഘോഷത്തിൽ വരുന്നത് ഓപ്ഷൻ ഏതാ വരണേ? ഓപ്ഷൻ സി ആണ് ഇവിടെ റൈറ്റ് ആയിട്ട് വരുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 54. തെറ്റായ ജോഡി ഏത്? കാടിന് കാടിൻ്റെ ഭംഗി അയ്യപ്പ പണിക്കർ, സൗന്ദര്യ പൂജ പി കുഞ്ഞിരാമൻ നായർ, ഹൃദയസ്മിതം ഇടപ്പള്ളി രാഘവൻ പിള്ള. ഇതിൽ തെറ്റായ ജോഡി ഏതാ? ഇതിൽ ഒന്നും തെറ്റില്ല, 3ഉം ശരിയാണ്. കാടിന് കാടിൻ്റെ ഭംഗി അയ്യപ്പ പണിക്കറിൻ്റെതാണ്, സൗന്ദര്യ പൂജ പി കുഞ്ഞിരാമൻ നായരുടേതാണ്, ഹൃദയസ്മിതം ഇടപ്പള്ളി രാഘവൻ പിള്ളയുടെയാണ്. പഠിച്ചു വെക്കുക. ക്വസ്റ്റ്യൻ 55. വൈക്കം മുഹമ്മദ് ബഷീറിന്റെ കൃതികളിൽ പെടാത്തത് ഏത്? 4 കൃതികൾ തന്നിട്ടുണ്ട്. ഇതിൽ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ കൃതികളിൽ പെടാത്തത് ഏതാണ്? ഉത്തരം ഓപ്ഷൻ ഡി യാ അള്ളാഹ്. ക്വസ്റ്റ്യൻ നമ്പർ 56. ശരിയായ ജോഡികൾ ഏതെല്ലാം? ഒന്നാമത്തത് പഴശ്ശി സ്മാരകം മാനന്തവാടി, പഴശ്ശി മ്യൂസിയം കോഴിക്കോട്, പഴശ്ശി കോളേജ് കണ്ണൂർ, പഴശ്ശി ഡാം മലപ്പുറം. നോക്കിയേ, ഇതിൽ ഏതൊക്കെയാണ് ശരിയായിട്ടുള്ളത്? ഇവിടെ 2 കാര്യങ്ങൾ ശരിയാണ്. ഏതൊക്കെയാണ്? 1ഉം 2ഉം ശരിയാണ്. പഴശ്ശി സ്മാരകം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? മാനന്തവാടിയിലാണ്. പഴശ്ശി മ്യൂസിയം എവിടെയാണ്? കോഴിക്കോടാണ്. പഴശ്ശിരാജ കോളേജ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് അല്ലേ, പുൽപ്പള്ളി വയനാട്. പഴശ്ശി ഡാം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? കണ്ണൂരാണ് അല്ലേ സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ അത് ഓർത്ത് വയ്ക്കുക. പഴശ്ശിരാജ കോളേജ് വയനാട് പുൽപ്പള്ളി, പഴശ്ശി ഡാം കണ്ണൂർ, അതുപോലെ തന്നെ പഴശ്ശി സ്മാരകം മാനന്തവാടി, പഴശ്ശി മ്യൂസിയം കോഴിക്കോട്. ഓക്കെ, തെറ്റിപ്പോരുത്, പഠിച്ചു വയ്ക്കുക. 57ാമത്തെ ചോദ്യം. കുറിച്യ കലാപം ആരംഭിച്ച വർഷം ഏത്? അറിയാവുന്നതാണ്. ഉത്തരം ഓപ്ഷൻ എ 1812. ക്വസ്റ്റ്യൻ 58. ദൈവദാസൻ എന്നറിയപ്പെടുന്ന സാമൂഹിക പരിഷ്കർത്താവ് ആരാണ് ദൈവദാസൻ എന്നറിയപ്പെടുന്നത്? അറിയാവുന്നൊരു ക്വസ്റ്റ്യൻ ആണ്. കുര്യാക്കോസ് ഏലിയാസ് ചാവറേച്ചനാണ് അല്ലെ. ക്വസ്റ്റ്യൻ 59. മന്നത്ത് പത്മനാഭന്റെ പ്രവർത്തന ഫലമായി രൂപം കൊണ്ട സംഘടന ഏത്? നമുക്കറിയാവുന്നതാണ്. ഉത്തരം വരുന്നത് ഓപ്ഷൻ സി NSS ആണ്, നായർ സർവീസ് സൊസൈറ്റി. ക്വസ്റ്റ്യൻ 60. വൈക്കം സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയ നേതാക്കളിൽ ഉൾപ്പെടാത്തത് ആര്? 4 ഓപ്ഷൻ ഉണ്ട്. ഇതിൽ വൈക്കം സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയ നേതാക്കൾ TK മാധവൻ, KK എളപ്പൻ, CV കുഞ്ഞിരാമൻ. അപ്പം ഇതിൽ ഉൾപ്പെടാത്ത ആളാണ് T സദാശിവ അയ്യർ. ക്വസ്റ്റ്യൻ 61. ഇലക്ട്രിസിറ്റി സമരത്തെക്കുറിച്ച് തന്നിരിക്കുന്ന പ്രസ്താവനകൾ വിലയിരുത്തുക. ഓപ്ഷൻസ് നോക്കാം. തൃശ്ശൂരിൽ വൈദ്യുതി വിതരണം നടത്തുവാൻ സ്വകാര്യ കമ്പനിക്ക് അനുവാദം നൽകിയ ദിവാൻ ഷൺമുഖം ചെട്ടിക്കെതിരായി നടത്തിയ പ്രക്ഷോഭമാണ് വൈദ്യുതി പ്രക്ഷോഭം. 1935 ഈ പ്രക്ഷോഭം നടന്നത്. അതുപോലെ തന്നെ AR മേനോൻ, ഇക്കണ്ട വാര്യർ, ഉണ്ണി എന്നിവരാണ് വൈദ്യുതി പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകിയത്. കേരളത്തിലെ ജനകീയ സമരങ്ങളിലേക്ക് ക്രിസ്ത്യാനികൾ പങ്കെടുക്കുവാൻ തുടങ്ങിയ സമരമാണ് വൈദ്യുതി പ്രക്ഷോഭം. അപ്പം 4 ഓപ്ഷൻസ് ആണ് ഇതിൽ പ്രസ്താവനകൾ വിലയിരുത്താനാണ് ചോദ്യം. അപ്പം ഇവിടെ 1, 3, 4 ശരിയാ. ഒന്ന് നോക്കാം നമുക്ക്. ഒന്നാമത്തത് എന്താണ്? നമ്മുടെ ഷൺമുഖം ചെട്ടിക്കെതിരായി നടത്തിയ പ്രക്ഷോഭമാണെന്നുള്ളതും, അതുപോലെ തന്നെ 3 AR മേനോൻ, MR മേനോൻ, അതുപോലെ ഇക്കണ്ട വാര്യർ, ഉണ്ണി എന്നിവർ ചേർന്നാണ് ഇതിന് നേതൃത്വം നൽകിയെന്നുള്ളതും, ക്രിസ്ത്യാനികൾ പങ്കെടുക്കാൻ തുടങ്ങിയ ആദ്യ സമരമാണ് വൈദ്യുതി പ്രക്ഷോഭം. ഇത് 3ഉമാണ് ശരി. 1, 3, 4 റൈറ്റ് ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 62ലേക്ക് പോകാം. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ ചില പ്രധാന സംഭവങ്ങൾ ചുവടെ ചേർക്കുന്നു. സംഭവങ്ങളുടെ ശരിയായ കാലക്രമമാണ് കണ്ടെത്തേണ്ടത്. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല, ചൗരി ചൗര സംഭവം, ഉപ്പ് സത്യാഗ്രഹം, ബംഗാൾ ഗസറ്റ്,
ക്വിറ്റ് ഇന്ത്യ സമരം. ഇതിനെ നമുക്ക് ശരിയായ രീതിയിൽ അതിൻ്റെ ആ സംഭവങ്ങൾ നടന്ന ഓർഡറിൽ നമുക്ക് ഇത് ചെയ്യാനായിട്ട് നോക്കുവാണെങ്കിൽ 5 ഓപ്ഷൻസ് ആണുള്ളത്. ഇതിൽ ഓപ്ഷൻ ഡി 4, 1, 2, 3, 5 ഈ ഓർഡറാണ് കറക്റ്റ്. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 63ലേക്ക് പോകാം. ബഹിരാകാശ സഞ്ചാരി കാണുന്ന ആകാശത്തിന്റെ നിറം എന്ത്? ഏതാണ് ബഹിരാകാശ സഞ്ചാരി? കറുപ്പ് നിറത്തിലാണ് കേട്ടോ കാണുന്നത്. ഓപ്ഷൻ സി ഈസ് ദ റൈറ്റ് ആൻസർ. ക്വസ്റ്റ്യൻ നമ്പർ 64. മെസപ്പൊട്ടോമിയൻ സംസ്കാരം ഉടലെടുത്തത് ഏത് നദിയുടെ തീരത്താണ്? ഏത് നദികളുടെ തീരത്താണ്? ഇവിടെ ഉത്തരം ഓപ്ഷൻ ബി യൂഫ്രട്ടീസ്, ടൈഗ്രീസ്. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 65ലേക്ക് പോകാം. തന്നിരിക്കുന്ന പ്രസ്താവനകൾ വിലയിരുത്തുക. ബനിഹാൽ ചുരം ജമ്മു, ശ്രീനഗർ എന്നിവയെ ബന്ധിപ്പിക്കുന്നു. ലിപ്പുലേഖ് ചുരം ഉത്തരാഖണ്ഡിനെ ടിബറ്റുമായി ബന്ധിപ്പിക്കുന്നു. സോജില ചുരം ശ്രീനഗർ, കാർഗിൽ എന്നിവയെ തമ്മിൽ ബന്ധിപ്പിക്കുന്നു. ഷിപ്കില ചുരം ഹിമാചൽ പ്രദേശിനെ ടിബറ്റുമായി ബന്ധിപ്പിക്കുന്നു. ബോർഗട്ട് ചുരം മുംബൈയെ പൂനെയുമായി ബന്ധിപ്പിക്കുന്നു. ഇതിൽ തന്നിരിക്കുന്ന പ്രസ്താവനകൾ വിലയിരുത്തുമ്പോൾ നമുക്ക് 1, 2, 3, 4, 5 5 പ്രസ്താവനകളും എങ്ങനെയാണ് ശരിയായിട്ടാണ് വരുന്നത്. ഒന്നുകൂടി ഓർത്ത് പഠിച്ചോണം. ബനിഹാൽ ചുരം എവിടെ നിന്ന് എവിടം വരെയാ? ജമ്മു ടു ശ്രീനഗർ ആണ് കണക്ട് ചെയ്യുന്നത്. ലിപ്പുലേഖ ഉത്തരാഖണ്ഡ് ടിബറ്റ് ആണ്. സോജില ശ്രീനഗർ കാർഗിലാണ്. ഷിപ്കില ഹിമാചൽ ടിബറ്റ് ആണ്. ബോർഗട്ട് മുംബൈ പൂനെ. എല്ലാം ശരിയാണ്. ക്വസ്റ്റ്യൻ നമ്പർ 66. തെറ്റായ പ്രസ്താവന ഏത്? RBIയുടെ തലവൻ അല്ലെങ്കിൽ ഗവർണറായ ആദ്യ വ്യക്തിയാണ് സർ ഓസ്ബോൺ സ്മിത്ത്. കറക്റ്റ് ആണ് അല്ലെ? RBIയുടെ ഇന്ത്യക്കാരനായ ആദ്യ ഗവർണർ CD ദേശ്മുഖ് ആണ്. റിസർവ് ബാങ്കിന്റെ നിലവിലെ ഗവർണറാണ് രഘുറാം രാജൻ. RBIയുടെ 24ാമത് ഗവർണറാണ് ഊർജിത് പട്ടേൽ. ഇതിൽ തെറ്റായ പ്രസ്താവന ഏതാണ്? ഓപ്ഷൻ സി ആണ്. റിസർവ് ബാങ്കിന്റെ നിലവിലെ ഗവർണറാണ് രഘുറാം രാജൻ. തെറ്റാണ്. ഇപ്പോഴത്തെ ഗവർണർ ആരാണ്? ശക്തികാന്ത ദാസ് ആണ്. ബാക്കി 3 പ്രസ്താവനകളും ശരിയാണ്. ഓർത്ത് വയ്ക്കുക. ക്വസ്റ്റ്യൻ നമ്പർ 67ലേക്ക് പോകാം. ഏറ്റവും കൂടുതൽ തവണ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തിയത് ഏത് സംസ്ഥാനത്തിലാണ്? മണിപ്പൂർ, കേരളം, പഞ്ചാബ്, തെലങ്കാന. എവിടെയാണ് ഏറ്റവും കൂടുതൽ തവണ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തിയിട്ടുള്ളത്? ഉത്തരം ഓപ്ഷൻ സി പഞ്ചാബ്. ക്വസ്റ്റ്യൻ 68. പ്രസ്താവനകൾ വിലയിരുത്തുക. കേന്ദ്ര മന്ത്രിസഭയുടെ തലവൻ എന്നറിയപ്പെടുന്ന വ്യക്തി, ക്യാബിനറ്റ് ആർച്ചിലെ ആണിക്കൽ എന്നറിയപ്പെടുന്ന വ്യക്തി, തുല്യരിൽ ഒന്നാമൻ എന്ന് വിശേഷിപ്പിക്കുന്ന വ്യക്തി, ദേശീയ സുരക്ഷാ സമിതിയുടെ അധ്യക്ഷനായിട്ടുള്ള വ്യക്തി, ആസൂത്രണ കമ്മീഷന് പകരം നിലവിൽ വന്ന നീതി ആയോഗിന്റെ ചെയർമാൻ. ഇത്രയും വിശേഷണങ്ങളുള്ളത് ഏത് വ്യക്തിക്കാണ്? 4 ഓപ്ഷൻസ് ഉണ്ട്. നമുക്ക് ഉത്തരം അറിയാവുന്നതാണ്. പ്രധാനമന്ത്രിയാണ്. അപ്പോൾ ഒന്ന് ഓർത്ത് വയ്ക്കുക. കേന്ദ്രമന്ത്രിസഭയുടെ തലവൻ, ക്യാബിനറ്റ് ആർച്ചിലെ ആണിക്കല്, തുല്യരിൽ ഒന്നാമൻ, ദേശീയ സുരക്ഷാ സമിതിയുടെ അധ്യക്ഷൻ, ആസൂത്രണ കമ്മീഷന് പകരം നിലവിൽ വന്ന നീതി ആയോഗിന്റെ ചെയർമാൻ. ആരെക്കുറിച്ചാണ് ഇത് പറയുന്നത്? പ്രധാനമന്ത്രി. ക്വസ്റ്റ്യൻ 69. കുടുംബാംഗങ്ങൾക്കിടയിലെ സ്നേഹപൂർവകമായ ഒരു അന്തരീക്ഷം സൃഷ്ടിക്കുകയാണ് ഒരു കുടുംബത്തിന്റെ ധർമ്മം. ഇങ്ങനെ അഭിപ്രായപ്പെട്ട വ്യക്തി ആരാണ്? ഉത്തരം ഓപ്ഷൻ ബി ഓഗ്ബൺ ആണ്. അതുപോലെ തന്നെ ക്വസ്റ്റ്യൻ 70ലേക്ക് പോകാം. ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? സ്വതന്ത്ര തിരുവിതാംകൂർ വാദത്തിനും അമേരിക്കൻ മോഡൽ ഭരണത്തിനും എതിരെ തിരുവിതാംകൂറിൽ നടന്ന സമരമാണ് പുന്നപ്ര വയലാർ സമരം. 1946 പുന്നപ്ര വയലാർ സമരം നടന്നത്. അതുപോലെ തന്നെ കോഴിക്കോട് ജില്ലയിലാണ് പുന്നപ്ര വയലാർ സമരം നടന്നത്. അതുപോലെ തന്നെ തുലാം 10 സമരം എന്നറിയപ്പെടുന്നു. അമേരിക്കൻ മോഡൽ ഭരണപരിഷ്കാരം തിരുവിതാംകൂറിൽ നടപ്പിലാക്കിയ ദിവാനാണ് ഉമ്മിണി തമ്പി. ഇതിൽ നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുമ്പോഴേക്കും 1ാമത്തെ ഓപ്ഷൻ ശരിയാണ്, 2ഉം ശരിയാണ്. 3ാമത്തെ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ആലപ്പുഴ ജില്ലയാണ് കറക്റ്റ്. അതുപോലെ തന്നെ പിന്നെ ശരിയായിട്ടുള്ളത് 4ാമത്തെ ഓപ്ഷനാണ് തുലാം 10 സമരം. അതുപോലെ തന്നെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അമേരിക്കൻ മോഡൽ അറബിക്കടൽ എന്നത് എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? പുന്നപ്ര വയലാർ സമരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അപ്പം ഇവിടെ 1, 2, 4 എന്നീ ഓപ്ഷൻസ് ആണ് കറക്റ്റ് ആയിട്ടുള്ളത്. അത് ഓർത്ത് പഠിക്കുക. ക്വസ്റ്റ്യൻ നമ്പർ 71. സമവർത്തുള ചലനത്തിന്റെ ഉദാഹരണങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത്? 4 ഓപ്ഷൻസ് ആണുള്ളത്. ഇതിൻ്റെ അകത്ത് ഉൾപ്പെടാത്തത് ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി മൺപാത്ര നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ചക്രത്തിന്റെ കറക്കം. ഓക്കെ, ക്വസ്റ്റ്യൻ 72ലേക്ക് പോകാം. ശരിയായ പ്രസ്താവന ഏതെല്ലാം? 1ാമത്തെ ഓപ്ഷൻ. ഇതിൽ 1, 2, 3, 4, 5 ഓപ്ഷൻസ് ആണുള്ളത്. ഇതിൽ ശരിയായ പ്രസ്താവന ഏതാണ്? 1, 4, 5 കറക്റ്റാണ്. ശ്രവണബോധം ഉളവാക്കുന്ന ഊർജ്ജരൂപമാണ് ശബ്ദം. പിന്നെ എന്താണ്? 1 കഴിഞ്ഞിട്ട് പിന്നെ 4 കറക്റ്റ്. 4ാമത്തെ ഏതാണ്? സ്വനതന്തുക്കൾ എന്ന ശരീരഭാഗമാണ് മനുഷ്യനിൽ ശബ്ദം ഉണ്ടാക്കുന്നതിന് സഹായിക്കുന്നത്. പിന്നെ 5ാമത്തത് ഉച്ചത, സ്ഥായി, ഗുണം എന്നിവ ശബ്ദത്തിന്റെ സവിശേഷതകളാണ്. ശരിയായത് മാത്രം പഠിച്ചു വെക്കുക. 1, 4, 5 ശരി. ക്വസ്റ്റ്യൻ 73. ഒരു വസ്തുവിന്റെ അതിന്റെ ചലനം കൊണ്ട് ലഭ്യമാകുന്ന ഊർജ്ജമാണ് ഡാഷ്. ഒരു വസ്തുവിന് അതിന്റെ ചലനം കൊണ്ട് ലഭ്യമാകുന്ന ഊർജ്ജം ഏതാണ്?
കൈനറ്റിക് എനർജിയാണ് അല്ലെങ്കിൽ ഗതികോർജ്ജമാണ്. അതുപോലെ തന്നെ അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ക്വസ്റ്റ്യൻ നമ്പർ 74. തന്നിരിക്കുന്നവയിൽ ഏത് ദ്രാവകമാണ് ഒരു വസ്തുവിനെയും ഏറ്റവും കൂടുതൽ പ്ലവക്ഷമ ബലം പ്രയോഗിക്കുന്നത്? അതായത് തന്നിരിക്കുന്നതിൽ ഏത് ദ്രാവകമാണ് ഒരു വസ്തുവിൽ ഏറ്റവും കൂടുതൽ പ്ലവക്ഷമ ബലം പ്രയോഗിക്കുന്നത്? ജലമുണ്ട്, ഗ്ലിസറിൻ ഉണ്ട്, മണ്ണെണ്ണയുണ്ട്, ഉപ്പുവെള്ളമുണ്ട്. ഇതിൽ ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്, ഗ്ലിസറിൻ ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 75. തെരുവ് വിളക്കുകൾ LED ആക്കി മാറ്റുവാനായിട്ട് വൈദ്യുതി ബോർഡ് ആരംഭിച്ച പദ്ധതി. 4 പദ്ധതികളുണ്ട്. ഇതിൽ ഏതാണ് ഉത്തരം? ഓപ്ഷൻ ഡി, നിലാവാണ്. ക്വസ്റ്റ്യൻ നമ്പർ 76. എല്ലാ നിറങ്ങളെയും ആഗീകരണം ചെയ്യുന്ന നിറം ഏത്? ഏതാണ് ആഗീകരണം ചെയ്യുന്ന നിറം? നമുക്കറിയാം കറുപ്പാണ്. പ്രതിഫലിപ്പിക്കുന്ന നിറം ഏതാണ്? വെളുപ്പാണ് അല്ലേ. ക്വസ്റ്റ്യൻ നമ്പർ 77 പോവാം. ഇക്കൂട്ടത്തിൽ കോൺവെക്സ് ദർപ്പണത്തിന്റെ ഉപയോഗം ഏത്? ഷേവിംഗ് മിറർ, മേക്കപ്പ് മിറർ, ഡോക്ടറുടെ ഹെഡ് മിറർ, ഇതൊക്കെ കോൺവെക്സ് ദർപ്പണത്തിന്റെ ഉപയോഗമല്ല അല്ലേ. അപ്പോൾ ഇതിൽ ഏതാണ് കറക്റ്റ് ആപ്റ്റ് ആയിട്ടുള്ളത്? വാഹനങ്ങളിൽ റിയർ വ്യൂ മിററായി ഉപയോഗിക്കുന്നു. ഓപ്ഷൻ ഡി ഈസ് ദ റൈറ്റ് ആൻസർ. ക്വസ്റ്റ്യൻ 78. പ്രസ്താവനകൾ വിലയിരുത്തുക. ആറ്റത്തിന്റെ നെഗറ്റീവ് ചാർജുള്ള കണം, ആറ്റത്തിലെ ഭാരം കുറഞ്ഞ കണം. ജെ തോംസൺ ആണ് ഇത് കണ്ടെത്തിയത്. ഒരു മൂലകത്തിന്റെ രാസപ്രവർത്തനത്തിൽ നിർണായക പങ്കുവഹിക്കുന്ന അറ്റോമിക കണം. ഒരു നിശ്ചിത പാതയിലൂടെ ന്യൂക്ലിയസിനെ ചുറ്റി സഞ്ചരിക്കുന്ന ആറ്റത്തിലെ കണം. ഇത് ഏത് കണത്തെക്കുറിച്ചാണ് പറഞ്ഞിട്ടുള്ളത്? നമുക്ക് എല്ലാവർക്കും ക്ലിക്കായി കാണും. ഉത്തരം ഓപ്ഷൻ ബി, ഇലക്ട്രോൺ ആണ്. ക്വസ്റ്റ്യൻ 79. തെറ്റായ ജോഡി ഏത്? ഇതിൽ തെറ്റായിട്ടുള്ള ജോഡി ഏതാ വരണേ? നോക്കിയേ, 3ഉം 4ഉം തെറ്റാണ്. നോക്കിയേ, വനസ്പതി നിർമ്മാണം പ്ലാറ്റിനം, ഓസ്റ്റ്വാൾഡ് പ്രക്രിയ നിക്കൽ, ഇത് തെറ്റാണ്. ശരിയായിട്ടുള്ള പഠിച്ചു വെക്കുക. സമ്പർക്ക പ്രക്രിയ വനേഡിയം പെൻഡോക്സൈഡ് ആണ്. ഹേബർ പ്രക്രിയ സ്പോഞ്ചി അയോൺ ആണ് നമ്മളവിടെ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഓപ്ഷൻ തെറ്റായിട്ടുള്ളത് 3ഉം 4ഉം ആണ്. ക്വസ്റ്റ്യൻ 80 പോകാം. തക്കാളിയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ഏത്? ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി, ഓക്സാലിക് ആസിഡ്. ക്വസ്റ്റ്യൻ നമ്പർ 81. ഗ്രേപ്പ് സ്പിരിറ്റ് എന്നറിയപ്പെടുന്ന ആൽക്കഹോൾ ഏത്? ഏതാണ് ഗ്രേപ്പ് സ്പിരിറ്റ് എന്നറിയപ്പെടുന്നത്? ഉത്തരം ഓപ്ഷൻ എ, മെഥനോൾ ആണ്. ക്വസ്റ്റ്യൻ 82. ഇവയിൽ കാർബണിന്റെ രൂപാന്തരങ്ങൾ ഏതെല്ലാം? ഇതിൽ കാർബണിന്റെ രൂപാന്തരമായിട്ട് വരുന്ന ഏതൊക്കെയാ പറഞ്ഞേ? 2ഉം 3ഉം 4ഉം ആണ്. ഫുള്ളറിൻ കാർബണിന്റെ രൂപാന്തരമാണ്. ഗ്രാഫൈറ്റ്, ഗ്രാഫീൻ, ക്യുമീൻ അതല്ല കേട്ടോ. അപ്പോൾ ഫുള്ളറിൻ, ഗ്രാഫൈറ്റ്, ഗ്രാഫീൻ മുതലായവ കാർബണിന്റെ രൂപാന്തരങ്ങളാണ്. ക്വസ്റ്റ്യൻ നമ്പർ 83 പോകാം. തെറ്റായ ജോഡി ഏത്? അസാധാരണ ലോഹം സിൽവർ, ക്വിക്ക് സിൽവർ മെർക്കുറി, ലിറ്റിൽ സിൽവർ പ്ലാറ്റിനം, വൈറ്റ് ഗോൾഡ് വെള്ളി. ഇതിൽ 4ാമത്തെ ഓപ്ഷൻ തെറ്റാണ്. 4ാമത്തെ മാത്രമാണ് തെറ്റായിട്ട് പറയുന്നത്. ബാക്കി എല്ലാം കറക്റ്റ് ആണ്. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 84 പോവാം. ആവർത്തന പട്ടികയിലെ ആകെ ഗ്രൂപ്പുകളുടെ എണ്ണം. എത്ര ഗ്രൂപ്പുകളാണ് ഉള്ളത്? 18 ഗ്രൂപ്പുകളാണ് ഉള്ളത്. ക്വസ്റ്റ്യൻ നമ്പർ 85. മനുഷ്യ ശരീരത്തിലെ നീളമേറിയ കോശം. മനുഷ്യ ശരീരത്തിലെ നീളമേറിയ കോശം ഏതാണ്? നാഡീകോശമാണ്. ക്വസ്റ്റ്യൻ 86. പ്രസ്താവനകൾ വിലയിരുത്തുക. ഇതിൽ 5 പ്രസ്താവനകളാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ 1ഉം 2ഉം 3ഉം 4ഉം ശരിയാണ്. 5ാമത്തെ ഓപ്ഷൻ തെറ്റാണ്. അപ്പം നമുക്ക് ശരിയായത് പഠിച്ചു വെക്കാം. വിരിപ്പ് കൃഷി എന്നറിയപ്പെടുന്നത് ശരത്കാല കൃഷിയാണ്. ഇത് ഏപ്രിൽ മെയ് മാസങ്ങളിലാണ് വിളയിറക്കുന്നത്. അത് ശരിയാണ്. അതുപോലെ തന്നെ മുണ്ടകൻ കൃഷി രീതിയാണ് ശീതകാല കൃഷി എന്നറിയപ്പെടുന്നത്. കറക്റ്റാണ്. ഡിസംബർ ജനുവരി മാസങ്ങളിലാണ് മുണ്ടകൻ വിളവെടുക്കുന്നത്. അപ്പം ഇവിടെ വേനൽക്കാല കൃഷിയാണ് പുഞ്ചാവടം വരെ കറക്റ്റാണ്. പക്ഷേ അതിൻ്റെ മാസം കറക്റ്റ് അല്ല. അപ്പോൾ ക്വസ്റ്റ്യൻ 1 ഇതിൽ വരുന്നത് 1, 2, 3, 4 കറക്റ്റാണ്. 5 തെറ്റാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ജീവകം സിയുടെ അഭാവം മൂലമുണ്ടാവുന്ന രോഗം ഏത്? നമുക്കറിയാവുന്നതാണ്, സ്കർവി ആണ് അല്ലേ, സ്കർവി. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 88. വൈറസുകളെ കുറിച്ച് നൽകിയ പ്രസ്താവനകളിൽ ശരിയായത് ഏത്? പ്രോട്ടീൻ ആവരണത്തിനുള്ളിൽ DNA അഥവാ RNA ഉൾക്കൊള്ളുന്ന ലഘുഘടനയാണ് വൈറസുകൾക്കുള്ളത്. ശരിയാണോ അത്? വൈറസുകളിൽ എല്ലാ കോശാംഗങ്ങളും കാണപ്പെടുന്നു. ശരിയാണോ? ആതിഥേയ കോശങ്ങളിലെ ജനിതക സംവിധാനം ഉപയോഗപ്പെടുത്തിയാണ് വൈറസുകൾ പെരുകുന്നത്. അത് ശരിയാണ് അല്ലേ. ബാക്ടീരിയ പോലുള്ള സൂക്ഷ്മജീവികളെ വൈറസുകൾ ബാധിക്കാറില്ല. അത് 2 എണ്ണമാണ് കറക്റ്റ് ആയിട്ടുള്ളത്. 1ഉം 3ഉം ആണ് ശരി. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 89 പോവാം. മനുഷ്യ നേത്രത്തിൽ റോഡ് കോശങ്ങൾ, കോൺ കോശങ്ങൾ എന്നിവ കാണുന്ന പാളി ഏതാണ്? ഏത് പാളിയിലാണ് റോഡ് കോശങ്ങളും കോൺ കോശങ്ങളും കാണപ്പെടുന്നത്? ഉത്തരം ഓപ്ഷൻ സി, റെറ്റീനയാണ്. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ക്വസ്റ്റ്യൻ നമ്പർ 90. ഇവയിൽ പിറ്റ്യൂട്ടറി ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കാത്ത ഹോർമോൺ ഏത്? ഓക്സിറ്റോസിൻ, പ്രൊലാക്റ്റിൻ, സൊമാറ്റോട്രോഫിൻ, ഗൊണാഡോട്രോപിക് ഹോർമോൺ. ഇതിൽ പിറ്റ്യൂട്ടറി ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കാത്ത ഹോർമോൺ ഏതാണ്? ഓക്സിറ്റോസിൻ ആണ്. ബാക്കി പ്രൊലാക്റ്റിനും സൊമാറ്റോട്രോഫിനും ഗൊണാഡോട്രോപിക് ഹോർമോണും പിറ്റ്യൂട്ടറി ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺ ആണ്.
ക്വസ്റ്റ്യൻ നമ്പർ 91 പോകാം. കേരള ഹൈക്കോടതിയുടെ 38ാമത് ചീഫ് ജസ്റ്റിസ് ആയി നിയമിതനായത് ആരാണ്? നമുക്കറിയാം അല്ലെ, 38ാമത് ചീഫ് ജസ്റ്റിസ് ആണ് ഓപ്ഷൻ സി ജസ്റ്റിസ് ആശിഷ് ജിതേന്ദ്ര ദേശായി. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 92. ഡാർക്ക് എനർജിയെ കുറിച്ചുള്ള ഗവേഷണത്തിനായി യൂറോപ്യൻ സ്പേസ് ഏജൻസി വിക്ഷേപിച്ച ദൗത്യം ഏതാണ്? ഡാർക്ക് എനർജിയെ കുറിച്ചുള്ള പഠനത്തിനായി യൂറോപ്യൻ സ്പേസ് ഏജൻസി വിക്ഷേപിച്ച ദൗത്യം ഏതാണ്? ഉത്തരം ഓപ്ഷൻ എ യൂക്ലിഡ് ആണ്. ക്വസ്റ്റ്യൻ 93. 2022 കേരള സാഹിത്യ അക്കാദമി അവാർഡിന് അർഹമായ നോവൽ ഏതാണ്? ഉത്തരം ഏതാ വരണേ? ഓപ്ഷൻ എ ആണ് സമ്പർക്ക ക്രാന്തി, വി ശിനിലാൽ. സമ്പർക്ക ക്രാന്തി ആരുടെയാണ്? വി ശിനിലാലിന്റെ ആണ്. ക്വസ്റ്റ്യൻ 94. കേരളത്തിൽ എവിടെയാണ് ബഹിരാകാശ മ്യൂസിയം സ്ഥാപിക്കാൻ ഒരുങ്ങുന്നത്? ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി തിരുവനന്തപുരം. ക്വസ്റ്റ്യൻ നമ്പർ 95. രാജ്യസഭാ ഉപാധ്യക്ഷന്മാരുടെ പാനലിലേക്ക് വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ട മലയാളി ഏത് മലയാളിയാണ് വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ടത്? ഉത്തരം ഓപ്ഷൻ ഡി PT ഉഷ. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 96. റെയിൽവേ ബോർഡിന്റെ CEO ആൻഡ് ചെയർപേഴ്സണായി നിയമിതനായത് ആര്? ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ജയവർമ്മ സിൻഹ. റെയിൽവേ ബോർഡ് CEO ആൻഡ് ചെയർപേഴ്സൺ ആരാണ്? ജയവർമ്മ സിൻഹയാണ്. ക്വസ്റ്റ്യൻ നമ്പർ 97. 2023 സെപ്റ്റംബറിൽ വിക്ഷേപിച്ച ഇന്ത്യയുടെ സൗരദൗത്യം ഏതാണ്? 2023 സെപ്റ്റംബറിലെ സൗരദൗത്യം, ഇന്ത്യയുടെ ആദ്യത്തെ സൗരദൗത്യം ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി ആദിത്യ L1. പഠിച്ചു വെക്കണം. ക്വസ്റ്റ്യൻ 98. ചന്ദ്രയാൻ 3 ദൗത്യത്തിലെ വിക്രം ലാൻഡർ ഇറങ്ങിയ സ്ഥലത്തിന് നൽകിയ പേരെന്താണ്? ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ശിവശക്തി പോയിന്റ്. ക്വസ്റ്റ്യൻ 99. വിദ്യാർത്ഥികളുടെ പരാതികൾ പരിഹരിക്കുവാൻ ഓംബുഡ്സ്മാനെ നിയമിച്ച കേരളത്തിലെ ആദ്യത്തെ സർവകലാശാല ഏതാണ്? ഉത്തരം വരുന്നത് ഓപ്ഷൻ എ APJ അബ്ദുൽ കലാം സാങ്കേതിക ശാസ്ത്ര സർവകലാശാല. ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ക്വസ്റ്റ്യൻ നമ്പർ 100. കേരള വനം വകുപ്പിന്റെ ആദ്യ മ്യൂസിയം ആരംഭിച്ചത് എവിടെ? നമ്മുടെ കേരള വനം വകുപ്പിന്റെ ആദ്യ മ്യൂസിയം ആരംഭിച്ചത് എവിടെയാണ്? കുളത്തൂപ്പുഴയിലാണ്. ഓപ്ഷൻ ബി ഈസ് ദ റൈറ്റ് ആൻസർ. അപ്പോൾ നമ്മൾ ഇന്ന് 100ഓളം ചോദ്യങ്ങളാണ് പഠിച്ചത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു എക്സാമിന് എത്ര മാർക്ക് കിട്ടിയെന്ന് കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ട് തന്നെയാണ് നമുക്ക് വീണ്ടും ക്ലാസ്സുകൾ ചെയ്യാനുള്ള പ്രചോദനം നൽകുന്നത്. അപ്പോൾ നമുക്ക് ഇനി അടുത്ത ഒരു മോക്ക് ടെസ്റ്റുമായിട്ട് കാണാം. അപ്പോൾ നിങ്ങൾ 4 മോക്ക് ടെസ്റ്റുകൾ നേരത്തെ ചെയ്ത് നോക്കിയിട്ടില്ല എങ്കിൽ ചെയ്ത് നോക്കുക. ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. നിങ്ങൾക്ക് ക്ലാസ്സുകൾ ഇഷ്ടമായാൽ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് കൂടി ഇത് ഷെയർ ചെയ്യുക. ക്ലാസ്സുകൾ ഇഷ്ടമായാൽ വീഡിയോ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുക. വീഡിയോസ് ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, താങ്ക്